സ്കിന്നിന് നല്ല കളറും ഗ്ലോയും കിട്ടുന്ന സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? നാച്ചുറൽ ആയിട്ട് തുളസിയും അലോവേരയും നീമും വീട്ടിലുണ്ടെങ്കിൽ സോപ്പ് എന്തിനാ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേ? നമുക്ക് വീട്ടിലുണ്ടാക്കാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഹായ്, നമ്മൾ സ്വാഭാവിക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തണ്ട് കറ്റാർവാഴയുടെ ജെല്ല് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ആര്യവേപ്പിന്റെ ഇലയാണ്. അത് 2 പിടി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തുളസി ഇലയാണ്. അപ്പോൾ വീട്ടിൽ കൃഷ്ണ തുളസി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ 2 പിടി എടുത്തിട്ടുണ്ട്. അതും കഴുകി വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരുവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ ചാറ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ സോപ്പ് ഉണ്ടാക്കാനായിട്ട്, നാച്ചുറൽ സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കി കൂടെ, വെറുതെ എന്തിനാ കൂടുതൽ പൈസ കൊടുത്ത് സോപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും കറ്റാർവാഴയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ബോഡിക്ക് നല്ലതല്ലേ, സ്കിന്നിന് നിറവും വയ്ക്കും, അലർജിയോ അങ്ങനെ ഒന്നും വരത്തുമില്ല. ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വെള്ളത്തുണി ഒന്നും കിട്ടിയില്ല. എൻ്റെ ടോപ്പ് അടിച്ചതിൻ്റെ കട്ട് പീസ് കിടക്കുന്നുണ്ടായിരുന്നു, അതിലിട്ടിട്ടാണ് കേട്ടോ. കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലിട്ട് പിഴിഞ്ഞു നന്നായി കിട്ടി. നമുക്ക് കോട്ടൻ്റെ തുണി ആയാൽ മതിയല്ലോ, കളറൊന്നും നമ്മളെ വിഷയമല്ല. നമുക്ക് നീര് കിട്ടണം. നീര് കിട്ടി, നല്ല കട്ടിക്ക് നീര് കിട്ടി. നമ്മൾ വെള്ളമോ വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ റോസ് വാട്ടർ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. വലിയ ജാറിലിട്ടപ്പോൾ അരഞ്ഞില്ല. അപ്പം ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് മാറ്റി വെച്ചിട്ട് ചെറിയ ജാറിൽ തന്നെ അരച്ചു. അപ്പം നന്നായി അരഞ്ഞു കിട്ടി. ഇനി ഈ അരിച്ചെടുത്ത നീരിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു 3 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി വെക്കാം. ഇളക്കുമ്പോൾ നന്നായി ഇളക്കിക്കൊള്ളാം കേട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ്, എന്താ ഒന്നും അറിയില്ല കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അതൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 1-2 ചെറിയ പീസുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് എടുത്തു വെക്കാനൊന്നും പോയില്ല, അതിട്ടിട്ട് ഇളക്കി. നെക്സ്റ്റ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയുടെയും നീര്, വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ആ മിശ്രിതം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി കേട്ടോ. ഇനി നമ്മൾ ഒഴിച്ചത് സ്മെല്ലിൻ്റെയാണ് ലിക്വിഡ്, അത് ഒഴിച്ചു. എനിക്ക് പിയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുത്തത് 1 ടീസ്പൂണ്. പിന്നെ ഒഴിച്ചു കൊടുത്തത് ഗ്ലിസറിനാണ് 1 ടീസ്പൂണ്. പിന്നെ ഞാൻ ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് വെൽ. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡ് നമ്മുടെ ആൻറ്റിയുടെയാണ് കേട്ടോ. ഞാനും ആൻറ്റിയും കൂടിയിട്ടാണ് വാഷിംഗ് പൗഡറിൻ്റെ ലിക്വിഡും സോപ്പ് ബേസും ഒക്കെ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു മോൾഡ് വാങ്ങിക്കേണ്ട, എൻ്റെ കയ്യിലുണ്ടെന്ന്. ഞാൻ എനിക്കറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ പതയും ആ കറ്റാർവാഴയുടെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഒരു ചെറിയ ജെല്ലിൻ്റെ കഷ്ണങ്ങൾ അടിയാതെ ഉണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് ഒഴിച്ചില്ല. അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആ ഒരു ജെല്ലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ സോപ്പ് പത സ്പൂൺ കൊണ്ട് എടുത്ത് കളയണമായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. വീഡിയോയിൽ കണ്ടിരുന്നു പത സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റുന്നത്. പക്ഷെ നമ്മൾ ആ എന്താ പറയുക എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കി, അയ്യോ സക്സസ് ആയി എന്നുള്ള ഒരു വിജയത്തിൽ കയറി ചാടി ഒഴിച്ചതാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു മിസ്റ്റേക്ക് അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും പറ്റിയില്ല. അടുത്ത തവണ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കെയർ ചെയ്തുണ്ടാകും. എന്താണെങ്കിലും സോപ്പ് ഒരു രക്ഷയില്ല, അടിപൊളി സോപ്പായിട്ടുണ്ട്. ഇനി ഒരു 3-4 ദിവസം കാറ്റ് കൊള്ളിച്ച് പേപ്പറിൽ പൊതിഞ്ഞ് എടുത്തു വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സോപ്പൊക്കെ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ സോപ്പ് എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിക്കില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. അടിപൊളി സോപ്പ്, നല്ല പിയേഴ്സിൻ്റെ മണമൊക്കെയുള്ള സോപ്പ്. അതിൻ്റെ അടിഭാഗം മാത്രം 1-2 എണ്ണത്തിന് ആ ഒരു ജെല്ലിൻ്റെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ രാത്രിയാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കിയത്. നേരം വിളിച്ചപ്പോഴത്തേന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈർപ്പം ഉണ്ടായിരുന്നു, അതൊരു 3 ദിവസം കാറ്റ് കൊള്ളിച്ചപ്പോൾ റെഡിയായി. സോപ്പ് ഒരാഴ്ച കഴിഞ്ഞ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു അലർജിയോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സ്കിന്നിനും മുഖത്തും ഒക്കെ നല്ല ഗ്ലോയും കളറും വയ്ക്കുന്നുണ്ട് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റിയിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാം ധൈര്യമായിട്ട്. സോപ്പും നീമും അലോവേരയും ഒക്കെ വീട്ടിലുള്ളപ്പോൾ സോപ്പ് എന്തിനാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന? നാച്ചുറൽ സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. താങ്ക്